ചികിത്സാ രീതി എന്ന് പറയുമ്പോൾ പലതരത്തിലാണ്. അതായത് അഭ്യംഗം, മെഡിക്കേറ്റഡ് ഫുൾ ബോഡി ഓയിൽ മസാജ്, പിന്നെ വേദുകുളി, അതുപോലെ സ്പെഷ്യൽ കിഴികൾ, ബാൻഡേജിങ്, അതുപോലെ തന്നെ ധൂപനം പോലുള്ള പ്രൊസീജിയേഴ്സൊക്കെ വളരെയധികം എഫക്റ്റീവ്. നമസ്കാരം, ആയുർ സമൃദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പോസ്റ്റ്നേറ്റൽ കെയർ അഥവാ പ്രസവാനന്തര ശുശ്രൂഷയെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ ഗർഭാവസ്ഥയിൽ കൊടുക്കുന്ന ആ ഒരു സ്നേഹവും ആ ഒരു പ്രൊട്ടക്ഷനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് പ്രസവാനന്തര ശുശ്രൂഷ എന്ന് പറയുന്നത്, അല്ലേ? പ്രസവത്തിന് ശേഷം എത്ര സ്ത്രീകൾക്ക് ആ ഒരു കെയർ ലഭിക്കാറുണ്ട്? വളരെ കുറവായിരിക്കും. കാരണം ആ സ്നേഹം മുഴുവനും ആ കുഞ്ഞിനായിരിക്കും കിട്ടുന്നത്. അത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും ഇത്രയും പെയിൻ സഫർ ചെയ്തിട്ടുള്ള അമ്മയുടെ ആ ഒരു വേദന അല്ലെങ്കിൽ അമ്മയ്ക്ക് കൊടുക്കേണ്ട ഒരു സപ്പോർട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഓരോ പാർട്ട്ണറും ഓരോ മാതാപിതാക്കളും അതൊന്ന് ശ്രദ്ധിക്കുക. അറ്റ്ലീസ്റ്റ് നീ ഓക്കെ ആണോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഹീലാവും എന്നുള്ള ഒരു വാക്കെങ്കിലും നിങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. കാരണം ആ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് ഇത്രയും മാസം കുഞ്ഞിനെ ചുമന്ന് പെട്ടെന്ന് എന്താ പറയുക, ഇപ്പോൾ നോർമൽ ഡെലിവറി ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സിസേറിയൻ ആണെങ്കിൽ അങ്ങനെ, ഇതൊക്കെ അണ്ടർഗോ ചെയ്ത് എത്രത്തോളം പെയിൻഫുൾ കണ്ടീഷൻസിലൂടെ ആയിരിക്കും ആ സ്ത്രീ പോയിട്ടുണ്ടാവുക. അപ്പം അത് നമ്മൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമല്ലേ? അപ്പം അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ആയുർവേദ രീതി എന്ന് പറയുന്നത് തന്നെ വളരെ യുണീക്കാണ്. കാരണം ഓരോ പേഷ്യൻറ്റും ഡിഫറെൻ്റ് ആണ്. ഓരോ ആൾക്കാരുടെ ശരീരപ്രകൃതിയും ഡിഫറെൻ്റ് ആണ്. ആയുർവേദ ശാസ്ത്രത്തിൽ പറഞ്ഞതുപോലുള്ള പരിചര്യ രീതികളും ചികിത്സാ രീതികളും മരുന്നുകളും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നേ വരെ യാതൊരു കോംപ്ലിക്കേഷൻസും ഒരു അമ്മയും കുട്ടിയും പറഞ്ഞിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള ഓരോ ചികിത്സാ രീതിയും ഓരോ പേഷ്യൻറ്റിൻ്റെ ശരീരപ്രകൃതിക്കും ദേഹബലത്തിനും അഗ്നിബലത്തിനും ഒക്കെ സപ്പോർട്ടീവ് കെയർ കൊടുക്കുന്ന ഒന്നാണ്. അല്ലാതെ നമ്മൾ പുറത്ത് പോയി മരുന്ന് വാങ്ങിച്ച് ലേഹ്യങ്ങൾ വാങ്ങിച്ചത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ലേഹ്യമാണെങ്കിൽ കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്കാണ് ലീഡ് ചെയ്യുക. എന്നിട്ട് പഴി എപ്പോഴും ആയുർവേദത്തിൻ്റെ തലയിലായിരിക്കും വരുന്നത്. അപ്പം ഒരിക്കലും നിങ്ങൾ റാൻഡമായിട്ട് പോയിട്ട് ഓവർ ദ കൗണ്ടർ മെഡിസിൻ പോലെ വാങ്ങിക്കേണ്ട ഒന്നല്ല ആയുർവേദ മരുന്ന് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പം മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് അത് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നിങ്ങൾ ആ കാര്യങ്ങളൊന്നുകൂടി ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. സോ ആയുർവേദ മരുന്നെന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള മെഡിസിൻസ് ഉണ്ട്. എന്നാൽ ഈ പ്രസവത്തിന് ശേഷം ആദ്യത്തെ ആഴ്ചയിൽ കൊടുക്കുന്ന മരുന്ന് ഗർഭശുദ്ധിക്കുള്ള മരുന്നാണ്. ഗർഭാശയ ശുദ്ധിക്കുള്ള മരുന്നാണ് നമ്മൾ കൊടുക്കുക. അത് ഓരോ ഡോക്ടറിൻ്റെ യുക്തിക്ക് അനുസരിച്ചും ഓരോ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ചും ഡിഫറെൻ്റ് ആയിട്ട് വരും. ചില സ്ത്രീകൾക്കാണെങ്കിൽ ഹൈപ്പർ ടെൻഷനും അതുപോലെ തന്നെ ഡയബറ്റിക് കണ്ടീഷൻസും ഒക്കെ ഉണ്ടായിരിക്കാം. അപ്പം അതും കൂടി കമ്പൈൻ ചെയ്തിട്ട് അതും കൂടി സപ്പോർട്ടീവ് ആയിട്ടുള്ള മെഡിക്കൽ കെയർ ആണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നീട് വരുന്ന സെറ്റ് ഓഫ് മെഡിസിൻസ് അല്ലെങ്കിൽ കെയർ എന്ന് പറയുന്നത് ആ ദേഹബലത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം ബോഡി നല്ല വീക്കായിരിക്കും. അപ്പം അതിനനുസരിച്ചുള്ള മരുന്നുകളാണ് പിന്നീട് നമ്മൾ കൊടുക്കുന്നത്. ചികിത്സാ രീതി എന്ന് പറയുമ്പോൾ പലതരത്തിലാണ്. അതായത് അഭ്യംഗം, മെഡിക്കേറ്റഡ് ഫുൾ ബോഡി ഓയിൽ മസാജ്, പിന്നെ വേദുകുളി, അതുപോലെ സ്പെഷ്യൽ കിഴികൾ, ബാൻഡേജിങ്, അതുപോലെ തന്നെ ധൂപനം പോലുള്ള പ്രൊസീജിയേഴ്സൊക്കെ വളരെയധികം എഫക്റ്റീവാണ്. നോർമൽ ഡെലിവറിയിലൊക്കെ എപ്പിസോട്ടമി വൂണ്ടൊക്കെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടും ഇത്തരത്തിലുള്ള ധൂപനം വളരെയധികം എഫക്റ്റീവായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഇമേജസ് ഞാനിവിടെ കൊടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ആയുർവേദത്തിലെ മെയിൻ ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ വാല്യൂ ഓഫ് ടച്ച് അല്ലെങ്കിൽ ടച്ചിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് തന്നെ ഇത്തരത്തിലുള്ള മസാജിലൂടെയും ഇങ്ങനെയുള്ളൊരു കെയറിലൂടെയും പോയിക്കൊണ്ടിരിക്കുന്ന ഈ അമ്മമാർക്ക് വളരെയധികം മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. കാരണം ആരും തന്നെ ഇല്ല എന്നുള്ളൊരു തോന്നൽ, മെൻ്റൽ സ്റ്റെബിലിറ്റി കുറഞ്ഞു പോവുക, സ്ട്രെസ്, ഡിപ്രഷൻ, അങ്ങനെയുള്ള ഫേസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ടീഷനാണല്ലോ ഈ ഒരു ഫേസ്. അപ്പം ഈ ഒരു ടൈമിൽ തന്നെ ആയുർവേദത്തിലുള്ള ഇത്ര എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് പഞ്ചകർമ്മ എക്സ്പീരിയൻസ് തെറാപ്പിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ വളരെയധികം റിജുവനേറ്റീവ് ആയിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും അവർക്കത്, അല്ലേ? അപ്പോൾ വളരെയധികം ഹാപ്പി ആയിട്ടിരിക്കുക. ആദ്യം തന്നെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിലേക്ക് പോകാതിരിക്കുക. ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടറിൻ്റെ സജഷൻ എടുത്ത് മെഡിസിൻസിലൂടെയും ഇത്തരത്തിലുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സിലൂടെയും നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് ഈ ഒരു ഫേസിൽ അനുഭവിക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ കുറച്ച് കൊണ്ടുവരാൻ പറ്റുമെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. പെൽവിക് ഫ്ലോർ എക്സസൈസ് അഥവാ പെൽവിക് ഫ്ലോർ മസിൽസിനെ നല്ല രീതിയിൽ ടോൺ ചെയ്യുക. അതിൻ്റെ ടോണിസിറ്റി ഉറപ്പ് വരുത്തുക, അവിടെ സ്ട്രെങ്തൻ കൊടുക്കുക. അതുപോലെ തന്നെ ഈ പെൽവിക് ഫ്ലോർ അല്ലെങ്കിൽ പെരീനിയൽ മസിൽസിൽ ഉണ്ടാകുന്ന ആ ഒരു വീക്ക്നെസ് നമ്മൾക്ക് നന്നായിട്ട് മാറ്റിക്കൊണ്ടുവരാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ള എക്സസൈസിലൂടെയും യോഗാസനങ്ങളിലൂടെയാണ്. സോ ഇനീഷ്യലി നിങ്ങൾ സ്ട്രെയിൻഫുൾ ആയിട്ടുള്ള യോഗ ചെയ്യാതിരിക്കുക. കീഗിൾസ് എക്സസൈസ് വളരെയധികം എഫക്റ്റീവാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
നമ്മൾ നന്നായി സ്ക്വീസ് ചെയ്യണം. അതായത് നമ്മുടെ പെരിനിയൽ ഏരിയയിലുള്ള മസിൽസിനെ നന്നായി അകത്തേക്ക് സ്ക്വീസ് ചെയ്ത് പിടിക്കുക. കുറച്ച് സമയം ഹോൾഡ് ചെയ്തിട്ട് അതൊന്ന് റിലീസ് ചെയ്യുക. അപ്പോൾ അതിങ്ങനെ ബ്രീത്ത് ഇൻ, ഹോൾഡ്, റിലീസ്, ഈ ഒരു പ്രൊസീജിയർ ഇങ്ങനെ 10 തവണ എങ്ങാനും ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുക. ആദ്യം തന്നെ ഒരുപാട് ടൈം ചെയ്യാതിരിക്കുക. കുറച്ച് ചെയ്ത് പിന്നീട് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്കത് കൂട്ടി കൊണ്ടുവരാവുന്നതാണ്. അപ്പം അങ്ങനെയുള്ള കുറച്ച് എക്സസൈസും നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഡയറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരം കഴിക്കുക. അയേൺ, കാൽഷ്യം, പൊട്ടാസ്യം, അങ്ങനെ എല്ലാ വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുള്ള ആഹാരം നിങ്ങൾ കഴിക്കുന്നു എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. വെള്ളവും നന്നായിട്ട് കുടിക്കുക. തിളപ്പിച്ചാറ്റിയ വെള്ളം നിങ്ങൾ കുടിക്കേണ്ടതാണ്. ഒരുപാട് ചൂട് വെള്ളം മേത്ത് കൊത്തി കുളിക്കുന്ന രീതിയൊക്കെ പണ്ട് ഫോളോ ചെയ്തിട്ടുണ്ട്. പക്ഷെ മനസ്സിലാക്കുക, നിങ്ങളുടെ ബോഡിക്ക് താങ്ങാൻ പറ്റുന്ന ഹീറ്റിൽ മാത്രമാണ് നിങ്ങൾ കുളിക്കേണ്ടത്. അതിനായിട്ട് വേദുകുളി എന്നുള്ളൊരു പ്രൊസീജിയർ ആയുർവേദത്തിലുണ്ട്. ഔഷധദ്രവ്യങ്ങൾ ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് നമ്മുടെ ശരീരത്തിന് പറ്റുന്ന ചൂടിലാണ് മേത്തൊഴിച്ച് കുളിക്കേണ്ടത്. അല്ലാതെ ഒരുപാട് തിളച്ച വെള്ളത്തിൽ കുളിക്കുന്ന ഒരു മിസ്കൺസെപ്റ്റ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്നത് വേണ്ട. നമ്മുടെ ബോഡിക്ക് താങ്ങാൻ പറ്റുന്ന ചൂടിൽ കുളിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നൽകാവുന്നതാണ്. അടുത്തൊരു ദിവസം കാണുന്നത് വരെ നന്ദി, നമസ്കാരം.